ഇനി കാർഷിക വാർത്തകൾ. കേരളത്തിലെ റംബൂട്ടാൻ കർഷകരെ ആശങ്കയിലാഴ്ത്തി മണ്ടരി ബാധ വ്യാപിക്കുന്നു. കായകൾ പാകമാകുന്നതിന് മുൻപേ ഉണങ്ങിക്കൊഴിയുന്നതോടെ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരികയാണ്. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വിദേശ ഫലവർഗമായ റംബൂട്ടാനിൽ മണ്ടരിബാധ വ്യാപകമാകുന്നു. ഫെബ്രുവരിയിൽ പൂവിടുന്ന റംബൂട്ടാൻ മരങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളോടെ കായ്കൾ വളരാൻ തുടങ്ങും. ഈ ഘട്ടത്തിലാണ് മണ്ടരി ആക്രമണം രൂക്ഷമാകുന്നതെന്ന് കർഷകർ പറയുന്നു. ചാലക്കുടി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷകർ നൽകിയ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കേരള കാർഷിക സർവകലാശാലയിലെ അഗാറോളജി വിഭാഗം എറിയോഫിയുടെ കുടുംബത്തിൽപ്പെട്ട മണ്ടരികളുടെ ശക്തമായ സാന്നിധ്യം കണ്ടെത്തി. ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ 500 വരെ മണ്ടരികൾ ഉണ്ടെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. പകുതി വളർച്ചയിലെത്തിയ കായകളുടെ നിറം തവിട്ട് നിറമാകുകയും പിന്നീട് ഉണങ്ങി മുരടിക്കുകയും ചെയ്യുന്നതാണ് പ്രധാന ലക്ഷണം. ഒരു കുലയിലെ മുഴുവൻ കായകളും മണ്ടരി നശിപ്പിക്കാൻ ഇടയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബാധിതമായ കായകൾ നീക്കം ചെയ്ത് നശിപ്പിക്കണമെന്നും നിറവ്യത്യാസ ശ്രദ്ധയിൽപ്പെട്ടാൽ വെറ്റബിൾ സൾഫർ അല്ലെങ്കിൽ സ്പൈറോമൈസിഫൻ പോലുള്ള കീടനാശിനികൾ നിർദ്ദേശിച്ച അളവിൽ പ്രയോഗിക്കണമെന്നും കൃഷിവകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകർക്ക് ആശ്വാസമായി ഖരീഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നെല്ലിനും ചോളത്തിനും ഉൾപ്പെടെ 14 ഖരീഫ് വിളകൾക്കുള്ള പുതുക്കിയ മിനിമം താങ്ങുവില കേന്ദ്ര മന്ത്രിസഭാ സമിതി അംഗീകരിച്ചു. 2026 ഖരീഫ് സീസണിലേക്കുള്ള മിനിമം താങ്ങുവില കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. സാമ്പത്തിക സർവേയിൽ ചൂണ്ടിക്കാട്ടപ്പെട്ട വില അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള നീക്കമായാണ് പുതിയ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. ചോളത്തിന്റെ താങ്ങുവില ക്വിന്റലിന് 10 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ നെല്ലിന്റെ താങ്ങുവിലയിൽ ഏകദേശം 3% വർധനമാണ് പ്രഖ്യാപിച്ചത്. ചെറുപയർ ഒഴികെയുള്ള പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുവിളകൾ, ന്യൂട്രി സീരിയൽ വിഭാഗത്തിലെ വിളകൾ എന്നിവയുടെ താങ്ങുവില 4 മുതൽ 9% വരെ ഉയർത്തിയിട്ടുണ്ട്. കർഷകർക്ക് ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞത് 50% അധികം ലഭ്യമാക്കുന്ന രീതിയിലാണ് താങ്ങുവില നിശ്ചയിച്ചതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. പുതുക്കിയ താങ്ങുവില പ്രകാരം കർഷകർക്ക് ഏകദേശം 2.60 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക്. ഈ വർഷം 824 ലക്ഷം ടൺ വിളവാണ് സർക്കാർ സംഭരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത്. ഉൽപാദന ചെലവിനുമേൽ ഏറ്റവും കൂടുതൽ ലാഭവിഹിതം ലഭിക്കുന്നത് ചെറുപയറിനാണെന്നും തുടർന്ന് ബജ്ര, ചോളം, തുവരപ്പരിപ്പ് എന്നിവയ്ക്കാണെന്നും കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന കാർബോസൾഫാൻ കീടനാശിനിക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. നെൽകൃഷിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന കീടനാശിനിയായ കാർബോസൾഫാനെതിരെ ഇതിനകം തന്നെ ചില സംസ്ഥാനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാർബോസൾഫാൻ കീടനാശിനി രാജ്യവ്യാപകമായി നിരോധിച്ചേക്കും. മനുഷ്യാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കുന്നത്. നെൽകൃഷിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കീടനാശിനിയാണ് കാർബോസൾഫാൻ. തെലങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങൾ ഇതിനകം താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആവശ്യം പരിഗണിച്ച് തോട്ടം മേഖലയിൽ ഉപയോഗിക്കുന്ന പാരക്വിറ്റ് ഡൈക്ലോറൈഡ് നിരോധിക്കാനുള്ള നടപടികളും കഴിഞ്ഞയാഴ്ച ആരംഭിച്ചിരുന്നു. പാരക്വിറ്റും കാർബോസൾഫാനും മനുഷ്യരിലുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്താൻ ICAR-ലെ ശാസ്ത്രജ്ഞരെയും ആരോഗ്യ വകുപ്പ് വിദഗ്ധരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പുതിയ കൃഷി സീസണിന്റെ തുടക്കത്തിൽ കീടനാശിനികളും കളനാശിനികളും രാജ്യവ്യാപകമായി നിരോധിക്കുന്നത് നെൽകൃഷി ഉൾപ്പെടെയുള്ള മേഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി അഗ്രോ കെമിക്കൽ വ്യവസായവും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.